Hi, welcome back to another episode of e.talks spoken English series. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻവിറ്റേഷനെ കുറിച്ചാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഒരു സിനിമക്ക് പോകാൻ വേണ്ടി ക്ഷണിക്കുക, അല്ലെങ്കിൽ ഒരു ലഞ്ച് കഴിക്കാൻ, ഡിന്നർ കഴിക്കാൻ, ഒരു സ്നാക്സ് കഴിക്കാൻ, ചായ കുടിക്കാൻ അങ്ങനെ ക്ഷണിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇൻവൈറ്റ് അങ്ങനെയാണ് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുക, ഇൻവൈറ്റ് ചെയ്യുക. ഒരാളെ നമ്മളോട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എവിടെയെങ്കിലും പോകാനോ സിനിമക്ക് പോകാനോ ഒരു ഡ്രിങ്ക്സ് കഴിക്കാനോ ഒക്കെ നമ്മൾ ക്ഷണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡു യു വാണ്ട് എന്ന ഒരു ചോദ്യം കൊണ്ട് ഒരു ഫ്രേസ് ഉപയോഗിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് വളരെ ഇൻഫോർമലായ ഒരു ഫ്രേസ്, വളരെ ഇൻഫോർമലായ എല്ലാവരും ഉപയോഗിക്കും. അപ്പോൾ നിനക്ക് പോകണോ, നീ വരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഡു യു വാണ്ട് ടു ഗോ ടു ദ മൂവീസ് ടുഡേ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ tonight. Do you want to go to the movies today? അല്ലെങ്കിൽ do you want to go to the movies tonight എന്ന് ചോദിക്കാം. നമുക്ക് ഇന്ന് ഒരു സിനിമക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഇതൊരു ഇൻവിറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ രണ്ടാമതൊരു വേറൊരു രീതിയാണ് വുഡ് യു ലൈക്ക് ടു. അപ്പോൾ വുഡ് യു ലൈക്ക് ടു എന്ന് ചോദിച്ചിട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ, വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് ഫോർ ദ ലഞ്ച് എന്നൊക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്നതാണ് വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് ഫോർ ദ ലഞ്ച്. ലഞ്ച് കഴിക്കാൻ വരുന്നോ എന്ന് ചോദിക്കാവുന്നതാണ്. ലഞ്ച് കഴിക്കാൻ വരുന്നോ എന്നാണ് വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് ഫോർ ദ ലഞ്ച് എന്ന് പറഞ്ഞാൽ വുഡ് യു ലൈക്ക് ടു എന്ന് പറഞ്ഞാൽ. ഇനി വേറൊരു രീതിയിൽ കുറച്ചും കൂടി ഇൻഫോർമൽ ആയിട്ട് വൈ ഡോണ്ട് യു ജോയിൻ അസ് ഫോർ ദ ട്രിപ്പ് അല്ലേ. Why don't you join us for the trip? Why don't you come with us? Why don't you? അപ്പോൾ നമ്മളിവിടെ 3 സെന്റൻസ് ഉണ്ട്. Do you want to go to the movies tonight? ഇന്ന് ഒരു സിനിമക്ക് വരാൻ വരുന്നോ എന്ന ചോദ്യം. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? That's a great idea. എങ്ങനെ? That's a great idea എന്ന് പറയാം. That's a great idea. Okay, let's go എന്ന് പറയും. That's a great idea. അത് വളരെ ഇൻഫോർമൽ ആയ ചോദ്യമാണ്. ഡു യു വാണ്ട് ടു ഗോ ടു ദ മൂവീസ് ടുനൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ന് വരുന്നോ എന്ന് നേരിട്ടുള്ള ചോദ്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ, വാട്ട് ടൈം, എപ്പോഴാണ് പോകേണ്ടത് എന്ന് ചോദിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഒരു ഫ്രേസ് നമ്മൾ പഠിച്ചത് വുഡ് യു ലൈക്ക് ടു എന്നാണ്. കുറച്ചുകൂടി ഫോർമലായ ക്വസ്റ്റ്യൻ ആണ്, കുറച്ചുകൂടി വളരെ ഫോർമലായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ കുറച്ചൊരു റെസ്പെക്റ്റോട് കൂടി ചോദിക്കാം. ഈ ഒരു വളരെ പൊളൈറ്റ് ആയിട്ടുള്ളൊരു ഇൻവിറ്റേഷന് എങ്ങനെയാണ്? I would love to താങ്ക്സ്, ഒരു താങ്ക്സ് കൂടി കൊടുത്തേക്കാം അല്ലേ, ഒരു താങ്ക്സ് കൂടി പറഞ്ഞേക്കാം. I would love to, താങ്ക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ that's very kind of you എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഇനി why don't you join us for the trip? അപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണല്ലോ ഇൻവിറ്റേഷൻ. അപ്പോൾ why don't you join us for the trip എന്ന് പറയുമ്പോൾ അതിനുള്ള റെസ്പോൺസ് എന്തായിരിക്കണം? അതിന് നെഗറ്റീവായിട്ട് നമുക്കിപ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ടാണ് നമ്മളെപ്പോഴും റിജക്റ്റ് ചെയ്യേണ്ടത്. ഒരു ഇൻവിറ്റേഷൻ കിട്ടുമ്പോൾ ഇല്ല ഐ എം നോട്ട് കമ്മിങ് എന്ന് പറയുന്നതിന് പകരം വളരെ പൊളൈറ്റ് ആയിട്ട് പറയാവുന്ന സംഗതിയാണ് സംതിങ് ഓൺ എന്നൊക്കെ പറയാം, സംതിങ് ടു ഡു. ബട്ട് I'd love to, but I have something to do on that day. അല്ലേ, അന്ന് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നതിനാണ്. അങ്ങനെ വളരെ വളരെ പൊളൈറ്റ് ആയിട്ട് വേണം നമ്മളൊരു ഇൻവിറ്റേഷൻ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഐ എം റിയലി സോറി ദാറ്റ് ഐ കൻ നോട്ട് കം ഓൺ ദാറ്റ് ഡേ എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഇൻവിറ്റേഷൻ. നമ്മളെ ഒരാളെ ക്ഷണിച്ചാലും നമ്മളൊരാളെ ക്ഷണിക്കുന്നതും ആ ക്ഷണം സ്വീകരിക്കുന്നതും ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് വളരെ പൊളൈറ്റായിട്ട് റിജക്റ്റ് ചെയ്യാം, വളരെ സന്തോഷത്തോടു കൂടി ആക്സെപ്റ്റ് ചെയ്യാം, വളരെ പൊളൈറ്റായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ 3 ഫ്രേസുകൾ പഠിച്ചു വെക്കാം. ഡു യു വാണ്ട് ടു, വുഡ് യു ലൈക്ക് ടു, വൈ ഡോണ്ട് യു, ഡു യു വാണ്ട് ടു ഗോ, വുഡ് യു ലൈക്ക് ടു ആൻഡ് why don't you? അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.